സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മളിന്ന് സംസാരിക്കുന്നത് മഹാരാഷ്ട്രയിലെ സർക്കാർ രൂപീകരണത്തെക്കുറിച്ചാണ്. മഹാരാഷ്ട്ര നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ആശ്ചര്യകരമായ വിജയം, അതായത് 288 നിയമസഭാ സീറ്റുകളിൽ 230 സീറ്റിലും BJP നേതൃത്വം നൽകുന്ന മഹായുതി വിജയം നേടി. BJP, ശിവസേന, NCP, ശിവസേന എന്ന് പറഞ്ഞാൽ ഏക്നാഥ് ഷിൻഡെ നേതൃത്വം നൽകുന്ന ശിവസേന, NCP എന്ന് പറയുമ്പോൾ അജിത് പവാർ നേതൃത്വം നൽകുന്ന NCP എന്ന് പ്രത്യേകം പറയേണ്ടി വരും. ഈ മൂന്ന് പാർട്ടികളും ചേരുന്ന സഖ്യം 288-ൽ 230 സീറ്റിലാണ് വിജയിച്ചത്. BJP ഒറ്റയ്ക്കാകട്ടെ 148 സീറ്റിൽ മത്സരിച്ച BJP 132 സീറ്റിൽ വിജയിച്ചു. BJP മഹാരാഷ്ട്രയിൽ നേടുന്ന ഏറ്റവും അധികം സീറ്റാണിത്. 2014 ഇതിനു മുമ്പ് ഏറ്റവും അധികം സീറ്റിൽ അവർ വിജയിച്ചത്. 122 സീറ്റിലാണ് അന്ന് BJP ഒറ്റയ്ക്ക് ജയിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ 148 സീറ്റിൽ മത്സരിച്ചിട്ട് 132 സീറ്റിൽ അവർ BJP വിജയിച്ചു. അതായത് 16 സീറ്റിൽ മാത്രമാണ് അവർ പരാജയപ്പെടുന്നത്. അത്ര വലിയ വിജയം അവിടെ ഉണ്ടായി BJPക്ക്, ഒപ്പം സഖ്യത്തിനും. പക്ഷേ എന്നിട്ടും ഈ വിജയം നേടിയതിന് ശേഷം 11 ദിവസം വേണ്ടി വന്നു സർക്കാർ രൂപീകരണത്തിന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആര് മുഖ്യമന്ത്രിയാകണം എന്നുള്ള കാര്യത്തിലുള്ള തർക്കം, ഏത് പാർട്ടിക്കായിരിക്കണം മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ള കാര്യത്തിലുള്ള തർക്കം, ഇതൊക്കെ നടന്നു. അവസാനം മുഖ്യമന്ത്രി ഏത് പാർട്ടിക്കാരനായിരിക്കണം മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ്, മുഖ്യമന്ത്രി ആരാകണം എന്ന് ആരാണ് എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് സത്യപ്രതിജ്ഞയ്ക്കുള്ള തീയതിയും സമയവും BJP പ്രഖ്യാപിച്ചു. ഏറ്റവും ഒടുവിൽ ഇന്ന് ദേവേന്ദ്ര ഫട്നാവിസ് എന്ന് പറയുന്ന BJPയുടെ നേതാവ് 2014 മുതൽ 2019 വരെയും അതിനുശേഷം കുറച്ചു കാലവും 3 ദിവസവും മുഖ്യമന്ത്രിയായിരുന്ന ദേവേന്ദ്ര ഫട്നാവിസ് വീണ്ടും മുഖ്യമന്ത്രിയാവുന്നു. അതിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നു. എന്നാൽ ഈ തീരുമാനം ഈ സഖ്യത്തെ സംബന്ധിച്ച് അത്രത്തോളം ദഹിക്കാവുന്നതാണോ എന്ന സംശയവും അവിടെ നിലനിൽക്കുന്നു. ഈ വിഷയമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് ഡോക്ടർ മോഹൻ വർഗീസാണ്. രാഷ്ട്രീയ നിരീക്ഷകനാണ്. ദേശീയ രാഷ്ട്രീയത്തെ സൂക്ഷ്മമായി വിലയിരുത്തുന്ന വ്യക്തിയാണ് അദ്ദേഹം. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മൾ ഈ മഹാരാഷ്ട്രയുടെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സർക്കാർ രൂപീകരണത്തിനുണ്ടായൊരു കാലതാമസം പരിഗണിക്കുമ്പോൾ അത്ര എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ BJPക്ക് എന്ന് നമ്മൾ അങ്ങനെ മനസ്സിലാക്കണോ? അതോ സഖ്യം വിജയിച്ചു കഴിഞ്ഞു, വളരെ കംഫർട്ടബിളായിട്ടുള്ളൊരു വിജയമാണ്, സർക്കാർ രൂപീകരണത്തിന് ആവശ്യമായിട്ടുള്ളൊരു സമയമെടുക്കാം, വളരെ ആലോചിച്ച് ആരൊക്കെ എന്നൊക്കെ കൃത്യമായി നിശ്ചയിച്ചതിന് ശേഷം ഒരു സർക്കാർ രൂപീകരണം, അങ്ങനെ വളരെ കംഫർട്ടബിളായിട്ടുള്ളൊരു സർക്കാർ രൂപീകരണമാണോ അതോ ഈ പറയുന്ന അനിശ്ചിതത്വങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു? ശ്രീ രാജീവ്, പ്രഥമ ദൃഷ്ടിയ വളരെ സുഗമമായി നടക്കുമെന്ന് കരുതിയിരുന്ന ഗവൺമെന്റ് ഫോർമേഷൻ 11 ദിവസത്തിന് ശേഷമാണ് അതേക്കുറിച്ചുള്ള ധാരണയുണ്ടാകുന്നത്. എന്തുകൊണ്ട് ഇത്രയും ദീർഘമായ ഒരു കാലയളവ് എന്ന് ചോദിച്ചാൽ, നോട്ട് എവറിത്തിങ് ഇസ് വെൽ വിത്തിൻ ദ ഫ്രണ്ട്. അതായത് മഹായുതി സഖ്യത്തിൽ എല്ലാം അത്ര പുറമെ കാണുന്ന ഒരു ആവേശമോ സൗഹൃദമോ വലിയ രീതിയിലുള്ള വിജയമോ താഴെ തട്ടിൽ അല്ലെങ്കിൽ അടിസ്ഥാനപരമായി ആ ഒരു മഹായുതി സഖ്യത്തിന്റെ കൊഹീഷൻ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലായിരുന്നില്ല എന്നതിന്റെ സൂചന തന്നെയാണ് ഗവൺമെന്റ് ഫോർമേഷന് ഇത്രയും വൈകുന്നതിന്റെ കാരണം. ഇനി കുറച്ചുകൂടെ യാഥാർത്ഥ്യത്തിലേക്ക് വരാം. കാരണം ഇതൊരു എങ്ങും തൊടാതെയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അത്ര സുഗമമല്ല. എന്താണ് സുഗമമല്ലാത്തതിന്റെ ഒരു കാരണം? ഇത് മനസ്സിലാക്കണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മോഹങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ആഗ്രഹങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാരാഷ്ട്ര ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കണം എന്ന ആഗ്രഹത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി കുറെ കാലമായി മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഒരു കൊയലീഷൻ പോളിറ്റിക്സിന് സമ്മർദ്ദമുണ്ട്. കാരണം ഒറ്റയ്ക്ക് നിന്നാൽ മഹാരാഷ്ട്രയിൽ വിജയിച്ചു വരാനാവില്ല. അതുകൊണ്ട് ആദ്യമെല്ലാം അവിഭക്ത ശിവസേനയുടെ ചിറകിലേറിയാണ് മഹാരാഷ്ട്രയിൽ BJPക്ക് കാര്യമായ ഒരു മേൽവിലാസം ഉണ്ടായത്. അത് 2 പതിറ്റാണ്ടോളം കാര്യമായ തർക്കങ്ങളില്ലാതെ നടന്നുവെങ്കിലും പിന്നീട് ശിവസേന BJPയേക്കാൾ ജൂനിയർ പാർട്ട്ണർ ആകുന്ന ഒരു ഘട്ടം വന്നു. ആ ഒരു ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി പദത്തെക്കുറിച്ച് തർക്കമുണ്ടായത്. BJPയേക്കാൾ കുറവ് സീറ്റുകൾ ശിവസേനയ്ക്ക് ലഭിച്ചപ്പോൾ പോലും ശിവസേനയ്ക്ക് മുഖ്യമന്ത്രി പദം കൊടുക്കാനുള്ള ഒരു സന്മനസ് ആ സമയത്ത് BJP കാണിച്ചു. പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ, 2019 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. അതിന്റെ നേരെ പകുതി സീറ്റ് മാത്രം, 100-ലധികം സീറ്റുകളുള്ള ഭാരതീയ ജനതാ പാർട്ടിയും 50 സീറ്റുകൾ മാത്രമുള്ള ശിവസേനയും എന്ന് പറയുമ്പോൾ അവിടെ കേവല ഭൂരിപക്ഷം ലഭിച്ചു എന്നത് സത്യമാണ്. പക്ഷേ ശിവസേന മുഖ്യമന്ത്രി പദം ചോദിച്ചപ്പോൾ അത് നിർദാക്ഷിണ്യം അത് നിരസിച്ചത് കൊണ്ടാണ് ഒരുപക്ഷെ താക്കറെ
ഉദ്ധവ് താക്കറെ വേറിട്ട ഒരു നിലപാട് സ്വീകരിച്ചതും അപ്രതീക്ഷിതമായി മഹാവികാസ് അഗാദി രാഷ്ട്രീയ ഭീഷ്മാചാര്യൻ ശരത് പവാറിന്റെ കൂടി ചിന്തയിൽ ഉരുത്തിരിഞ്ഞു വന്ന മൂശയിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു ആശയം എന്ന നിലയിൽ മഹാവികാസ് അഗാദി ഉണ്ടായിരുന്നു. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനി 100% ശിവസേന എന്ന കക്ഷിയെ വിശ്വസിക്കാനാവില്ല. അതിന്റെ ഒരു ഫാക്ഷൻ ആണ് ഇപ്പോൾ കൂടെ ഉള്ളത്. അത് ഷിൻഡെയുടെ ഭാഗത്തുള്ള ഏകനാഥ് ഷിൻഡെ മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തു. അന്ന് അത് ആവശ്യമായിരുന്നു. ശിവസേനയെ കൂടെ നിർത്താൻ, NCP അജിത് പവാർ വിഭാഗത്തെ കൂടെ നിർത്താൻ അത് ആവശ്യമായിരുന്നു. ഇന്ന് അത് ആവശ്യമില്ല. അതുകൊണ്ട് ഘട്ടം ഘട്ടമായി കൂടെ നിൽക്കുമ്പോഴും ഘടകകക്ഷികളെ പരമാവധി മെരുക്കിയെടുക്കുക എന്ന ഒരു വിശാല തന്ത്രമുണ്ട്. അതിനുള്ള പ്രധാന കാരണം മഹാരാഷ്ട്ര ഇന്ത്യയുടെ സാമ്പത്തിക കേന്ദ്രമാണ്. മുംബൈ പൂന ബെൽറ്റ് ആണ് ഇന്ത്യയിൽ ഏറ്റവും അധികം സാമ്പത്തികമായി വികാസം പ്രാപിച്ച ഭാവി സാധ്യതയുള്ള ബെൽറ്റ്. ആ ബെൽറ്റിൽ മറ്റൊരു പാർട്ടി അധികാരത്തിൽ വരുന്നതോ അധികാരം പെർമനന്റ് ആയി ഘടകകക്ഷികളുമായി ഷെയർ ചെയ്യുന്നതിനോ BJPക്ക് അടിസ്ഥാനപരമായ താല്പര്യമില്ല. അങ്ങനെയെങ്കിൽ ഘടകകക്ഷികളുടെ വിലപേശലിനെ അതിജീവിക്കാൻ കഴിയണം. പരമാവധി ഈ സംഘർഷം നീണ്ടുപോയാൽ BJPക്ക് ഒട്ടും വിഷമിക്കാനില്ല. കാരണം BJPയുടെ 130 MLA-മാർ, 132 MLA-മാർ 148 സീറ്റുകളിൽ മത്സരിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ 132 സീറ്റുകളിൽ വിജയിച്ചു വന്ന BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ട്രൈക്ക് റേറ്റ് എക്കാലത്തെയും ഹയസ്റ്റ് സ്ട്രൈക്ക് റേറ്റ് ആണ്. 85% സ്ട്രൈക്ക് റേറ്റിൽ BJP അങ്ങനെ മിന്നിത്തിളങ്ങി നിൽക്കുകയാണ്. അതേസമയം BJP സിമ്പതൈസേഴ്സ് അല്ലെങ്കിൽ BJPയുടെ തന്നെ നേതാക്കളിൽ ചിലരെ മറ്റ് 2 കക്ഷികളിൽ അജിത് പവാറിന്റെ NCPയിലും അതുപോലെ ഷിൻഡെയുടെ ശിവസേനയിലും പരകായ പ്രവേശം നടത്തി ആ പാർട്ടിക്കുള്ളിൽ BJPയുടെ സ്ലീപ്പർ സെല്ലുകൾ ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് ആ പാർട്ടിക്ക് ഏകപക്ഷീയമായി BJP വിരുദ്ധമായ ഒരു തീരുമാനമെടുക്കാൻ ആവാത്ത ഒരു നിലയിലാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ സംഘർഷം നീണ്ടുപോയാൽ, ഈ 10 ദിവസം നീണ്ടുപോയല്ലോ, നീണ്ടുപോകുമ്പോൾ ശിവസേനയ്ക്കുള്ളിലും ഒരുപക്ഷെ NCPക്കുള്ളിലും സംഘർഷം പുകയും. ആ പാർട്ടികളെ പിളർത്താൻ പോലും ഒരുപക്ഷെ സാധിക്കും. ഒരിക്കൽ പിളർന്നതാണ് ശിവസേന, ഒരിക്കൽ കൂടി പിളർന്നുകൂടായികയില്ല. അപ്പോൾ ഷിൻഡെയെ പരമാവധി ഒതുക്കി, ഷിൻഡെയുടെ വിലപേശൽ ശക്തി പരമാവധി പരിമിതപ്പെടുത്തി, ആഭ്യന്തരം എന്ന കീറാമുട്ടി ഒരു വലിയ വിഷയമായിരുന്നു. ഷിൻഡെയെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ആഭ്യന്തര പദവി വേണം. ഒന്നുകിൽ തന്റെ മകനെ ഉപമുഖ്യമന്ത്രിയാക്കി ആഭ്യന്തര വകുപ്പ് കൊടുക്കണം, അല്ലെങ്കിൽ താൻ തന്നെ ഉപമുഖ്യമന്ത്രിയായി ആഭ്യന്തര വകുപ്പ് നൽകണം. അതുപോലെ നഗരവികസന വകുപ്പ് മറ്റൊരു വലിയ പ്രശ്നമായി വന്നു. അതുകൊണ്ട് കണ്ണായ വകുപ്പുകളും സ്പീക്കർ സ്ഥാനവും എല്ലാം തന്നെ ശിവസേന ആഗ്രഹിച്ചപ്പോൾ ഇതൊന്നും കൊടുക്കാതെ കേവലം ഒരു ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് ശിവസേനയെ ഒതുക്കാൻ ആയാൽ ഭാവിയിൽ ഒരു സുദൃഢമായ വിലപേശലിന് അതീതമായ ഒരു സുദൃഢമായ ഭരണകൂടം സൃഷ്ടിക്കാനാവുമെന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രതീക്ഷ ഏതാണ്ട് വിജയിക്കുന്ന ഒരു കാഴ്ചയാണ്. ആദ്യം മുതൽ തന്നെ വലിയ കക്ഷിയായ BJPയുടെ നേതാവ് ദേവേന്ദ്ര ഫഡ്നവിസ് തീർച്ചയായും മുഖ്യമന്ത്രി പദത്തിന് യോഗ്യൻ തന്നെയാണ്, അങ്ങനെയാണ് വേണ്ടതും. പക്ഷെ അതിനെ ഈ രൂപത്തിൽ സ്ഥിതിഗതികൾ എത്തിച്ചു നിർത്തുന്നതിന് BJP നേതൃത്വത്തിനും ഒരു പങ്കുണ്ട്. കേന്ദ്ര നേതൃത്വം, ഭാരതീയ ജനതാ പാർട്ടിയുടെ അത്യുന്നത നേതൃത്വം, സംഘടനയുടെ പ്രസിഡന്റിന് പുറമെ JP നഡ്ഡയ്ക്ക് പുറമെ അമിത്ഷാ, തന്ത്രജ്ഞരായ അമിത്ഷായും ഇവൻ നരേന്ദ്രമോദിയുടെയും അനുഗ്രഹാശിസുകളുണ്ട്. ഫഡ്നാവിസിന് ഒരു ഫ്രീ ഹാൻഡ് കൊടുക്കേണ്ടതില്ല. അദ്ദേഹത്തെയും ഒരു പരിധി വിട്ട് വളരാൻ BJP അനുവദിക്കില്ല എന്ന ഒരു സൂചന കൂടിയാണ് അതിനകത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഫഡ്നാവിസിന്റെ സൂചനയാണ്, താങ്കൾ തന്നെ അവിടുത്തെ കോalition അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്തോളൂ. അതുപോലെ ഷിൻഡെയ്ക്കുള്ള ഒന്നാന്തരം താക്കിയതാണ്. അതുകൊണ്ട് BJP കേന്ദ്ര നേതൃത്വം ആഗ്രഹിച്ച രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. ശ്രീ രാജീവ്, റൈറ്റ്. നമ്മളത് പറയുമ്പോൾ ഇപ്പോൾ ശിവസേന ഒരിക്കൽ പിളർത്തിയാണ് ദേവേന്ദ്ര ഫഡ്നാവിസ് അല്ലെങ്കിൽ BJP അവിടെ മഹാരാഷ്ട്രയിൽ അധികാരം പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ശിവസേനയ്ക്ക് ഇത് ഏക്നാഥ് ഷിൻഡെയ്ക്ക് ഇത് ബോധ്യമുണ്ട്. കാരണം നാളെ തൻ്റെ പാർട്ടി പിളർത്തി BJP വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം എന്നുള്ള അജണ്ടയുമായിട്ടോ ലക്ഷ്യവുമായിട്ടോ മുന്നോട്ട് പോയേക്കാം. ഇതേ ആശയം അല്ലെങ്കിൽ ഇതേ ആശങ്ക ഒരുപക്ഷെ NCP അജിത് പവാർ വിഭാഗത്തിനും ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ NCPയെ പിളർത്തിയാണ് സർക്കാർ ഉണ്ടാക്കിയത്. വേണമെങ്കിൽ NCP അജിത് പവാർ പക്ഷത്തെ പിളർത്തിക്കൊണ്ട് BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്തേക്കാം. ഇതവർ മുമ്പ് പല ഘട്ടങ്ങളിൽ പല കാലങ്ങളിൽ പല സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയത്, അപ്പോൾ കർണാടകയിൽ നടപ്പാക്കിയത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ മുൻസൂചനകൾ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ മുൻമാതൃകകൾ അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഭീഷണി ഈ 2 പാർട്ടികളും മനസ്സിലാക്കുന്നുണ്ട് എന്നിരിക്കെ ഈ കോalitionന്റെ മുന്നോട്ടുള്ള യാത്ര
അല്ലെങ്കിൽ ദേവേന്ദ്ര ഫഡ്നാവിസിൻ്റെ മുന്നോട്ടുള്ള മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള യാത്ര ഇപ്പോൾ 2014 മുതൽ 2019 പോലെ യാത്ര ചെയ്തതുപോലെ സുഗമമാകും എന്ന് നമുക്ക് കരുതാമോ? തീർച്ചയായും BJPയുടെ യാത്ര സുഗമമാവും, ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ യാത്രയും സുഗമമാവും. പക്ഷേ ദുർഘടമായ പാതയാണ് NCP അജിത് പവാർ വിഭാഗത്തിനും ഷിൻഡെ വിഭാഗത്തിനുമുള്ളത്. കാരണം ഈ രണ്ട് കക്ഷികളും യഥാർത്ഥത്തിൽ അവർക്ക് തീരുമാനമെടുക്കാനാവാത്ത രീതിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഒന്നും പേടിക്കേണ്ടതില്ല. കാരണം അവരുടെ നമ്പേഴ്സ് അങ്ങനെയാണ്. ഇപ്പോഴത്തെ കാണുന്ന തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ കാണുന്ന നമ്പേഴ്സ് 288 അംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 145 സീറ്റുകളാണ്. അതിൽ നിന്നും കേവലം 14 സീറ്റുകൾ മാത്രം താഴെയാണ് BJP ഇന്നത്തെ അംഗസംഖ്യ. അതുകൊണ്ട് നിഷ്പ്രയാസം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ചില സ്വതന്ത്രരുടെയും അല്ലെങ്കിൽ ഏതെങ്കിലും കക്ഷികളിൽ നിന്ന് കൂറുമാറ്റം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അല്ലെങ്കിൽ പിളർത്തിയും നേടിയെടുക്കാവുന്ന ഒരു നിലയിലാണ്. അതുകൊണ്ട് അടുത്ത 5 വർഷത്തേക്ക് ഫഡ്നാവിസിനോ BJPക്കോ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഷിൻഡെയ്ക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഉദ്ധവ് താക്കറേക്ക് അറിയാവുന്നത് പോലെ തന്നെ ഏകനാഥ് ഷിൻഡെയ്ക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് ആത്യന്തികമായി തങ്ങളുടെ കാൽച്ചുവട്ടിലെ മണ്ണാണ് ഒലിച്ചു പോകുന്നത്. മഹാരാഷ്ട്രയിലുള്ള ഒരു ഹിന്ദുത്വ സ്പേസ് അല്ലെങ്കിൽ സാംസ്കാരിക ദേശീയതയുടെ ഒരു സ്പേസ്, അതിനിപ്പോൾ 2 അവകാശികളാണ്. ശിവസേനയെ സംബന്ധിച്ചിടത്തോളം അതിന് 2 ഹിന്ദുത്വ അജണ്ടയ്ക്ക് പുറമെ തന്നെ മണ്ണിന്റെ മക്കൾ വാദവും മുംബൈ ഫോർ മുംബൈക്കേഴ്സ്, മുംബൈയുടെ ഒരു പാർട്ടി പ്രധാനമായും ബൃഹൻ മുംബൈ മേഖലയിലും അതുപോലെ കൊങ്കൺ മേഖലയിലും കാര്യമായ വേരോട്ടമുള്ള പാർട്ടിയാണ് 2 വിഭാഗം ശിവസേനകൾ. എന്നാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സ്വാധീനം എന്ന് പറയുന്നത് വിദർഭയിലേക്കും മധ്യ മഹാരാഷ്ട്രയിലേക്കും മറാത്ത്വാദയിലേക്കും എല്ലാം നീങ്ങുന്ന ഒരു പാൻ മഹാരാഷ്ട്ര അപ്പീലുള്ള പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഒരു കാലത്ത് ശിവസേനയ്ക്ക് ഉണ്ടായിരുന്ന ഒരു കൈഡർ ബേസ്, അതിന്റെ ഒരു ചെറിയ പങ്കെങ്കിലും അല്ലെങ്കിൽ നല്ല പങ്ക് ഇന്ന് BJPയിലേക്ക് മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഒരു വനത്തിൽ ഒരേ ആശയങ്ങളുള്ള 2 സിംഹങ്ങൾ ആവശ്യമില്ലല്ലോ എന്ന ഒരു ചിന്ത സ്വാഭാവികമായി ഉണ്ടാകാം. അതുകൊണ്ട് ഇപ്പോൾ നിശ്ചയമായിട്ടും പറയാൻ സാധിക്കും ദ ബിഗർ പാർട്ടി ഈസ് സർട്ടൻലി ഭാരതീയ ജനതാ പാർട്ടി. അങ്ങനെയെങ്കിൽ ആ പാർട്ടിയിലേക്ക് ആളുകൾ ഗാൽവനൈസ് ചെയ്യുകയും കാലക്രമേണ ശിവസേനകളുടെ, അത് 3 ശിവസേനകളാണ്. രാജ് താക്കറെയുടെ ഒരു ശിവസേനയുണ്ട്, ഉദ്ധവ് താക്കറെയുടെ ശിവസേനയുണ്ട്, അതുപോലെ ഏകനാഥ് ഷിൻഡെയുടെ ശിവസേനയുണ്ട്. ഈ ശിവസേനകൾ പിളർന്ന് കേരള കോൺഗ്രസിന് കേരളത്തിൽ സംഭവിച്ചതുപോലെ ശിവസേനകൾ കേവലം ചില പ്രദേശങ്ങളിലേക്ക് ഒറ്റപ്പെടുകയും ആർക്കും മെരുക്കിയെടുക്കാവുന്ന 2 പക്ഷത്തും മഹാവികാസ് അഗാദിയിലും മഹായുതിയിലുമായി മാറിയും മറിഞ്ഞും ഒക്കെ നിൽക്കുന്ന ഫാക്ഷനുകളായി ഛന്നം ഭിന്നം ചിത്രിക്കുകയും ചെയ്യാമെന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഫോർമുലയുടെ വിജയമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഷിൻഡെയ്ക്കും മാത്രമേ പേടിക്കാനുള്ളൂ ഇപ്പോഴത്തെ നിലയിൽ. ഇനി ഒരുപക്ഷെ ഷിൻഡെ വിഭാഗവും ഉദ്ധവ് താക്കറെ വിഭാഗവും ഇപ്പോൾ അവർക്ക് ഒരുമിക്കുന്നത് ചിന്തിക്കാനാവില്ല. ഇത് ശിവസേനകളാണ്. ഒരുപക്ഷെ ശിവസേനയുടെ 3 രാജ് താക്കറെ എല്ലാം കൂടെ ചേർന്നുകൊണ്ട് വീണ്ടും ഒരു സംയുക്ത ശിവസേന, കേരള കോൺഗ്രസിനൊക്കെ പലപ്പോഴും സംഭവിച്ചതുപോലെ അങ്ങനെ ഒരു പരീക്ഷണത്തിന് പിൽക്കാലത്ത് മുതിർന്നാലും ഞാൻ അത്ഭുതപ്പെടില്ല. കാരണം അവരുടെ ഒരു ടർഫിലേക്കാണ് BJP കടന്നു കയറുന്നത്. സ്വാഭാവികമായി ഐഡിയോളജിക്കൽ പാരിറ്റി ഉള്ളത് BJPക്കും ശിവസേനയ്ക്കും തന്നെയാണ്. പക്ഷേ ശിവസേനയുടെ കോർ വോട്ട് ബാങ്കിലേക്ക് BJP ക്ലെയിം ഉന്നയിക്കുമ്പോൾ അവരുടെ ടർഫ് സംരക്ഷിക്കേണ്ട ചുമതലയുണ്ട്. അതുകൊണ്ട് അവരൊരു പക്ഷേ ഭാവിയിൽ ഒന്നിച്ചു നിന്നേക്കാൻ ഒരുപക്ഷെ നിർബന്ധിതരാകും. അത് തന്നെയാണ് അജിത് പവാർ. ഇപ്പോൾ അദ്ദേഹത്തിന് ഉപമുഖ്യമന്ത്രിയാകണം. 4ാമത്തെ പ്രാവശ്യം, 5ാമത്തെ പ്രാവശ്യമാണ് ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് അജിത് പവാർ എത്തുന്നത്. അദ്ദേഹത്തെ ഒരു രീതിയിലും വിശ്വസിക്കാവുന്നയാളല്ല. തന്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി എന്ത് ചാട്ടവും നടത്താൻ കഴിയുന്ന ഒരു ട്രാക്ക് റെക്കോർഡുള്ള ഒരാളാണ് അജിത് പവാർ. അദ്ദേഹത്തെ കുറിച്ചാണ് BJPക്ക് ആദ്യം സംശയമുണ്ടായിരുന്നത്. ഒരുപക്ഷെ ഒരു 57 സീറ്റിൽ മത്സരിച്ച് 30ഓളം സീറ്റിൽ വിജയിക്കുകയാണെങ്കിൽ കടുത്ത വിലപേശൽ നടത്തും ഒരു ചെറിയ ഭൂരിപക്ഷം മാത്രമാണ് മഹായുതിക്കുള്ളത്. ഇപ്പോഴതില്ല. 41 സീറ്റിൽ NCP അജിത് പവാർ വിഭാഗം വിജയിച്ചു വന്നു. വിലപേശാൻ ആവാത്ത രീതിയിലുള്ള ഭൂരിപക്ഷം ഈ സഖ്യത്തിനുള്ളത് കൊണ്ട് അജിത് പവാറിന് ഇപ്പോഴത്തെ നിലയിൽ കാര്യമായി ഒന്നും ചെയ്യാനാവില്ല. പക്ഷേ തന്റെ അമ്മാവൻ സൃഷ്ടിച്ച ഒരു സാമ്രാജ്യമുണ്ട്. ആ സാമ്രാജ്യത്തിന്റെ നേരവകാശിയാകാനാണ് ഇപ്പോൾ അജിത് പവാർ ശ്രമിക്കുന്നത്. സുപ്രിയ സുളെയാണ് ഇപ്പോൾ ഭാഗികമായ അവകാശി. എന്നാൽ സുപ്രിയ സുളയെ പിന്തള്ളിക്കൊണ്ട് ആ ഒരു NCPയുടെ പവാറിന്റെ ഒരു ലെഗസി ആ ബാരാമതി മേഖലയിലും പശ്ചിമ മഹാരാഷ്ട്രയിലുമുള്ള ആ ഒരു മേധാവിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നഷ്ടപ്പെട്ട ഒരു പ്രതാപം തിരിച്ചു പിടിക്കാൻ ഒരുപക്ഷെ NCPയും ശ്രമിച്ചു കൂടായികയില്ല. അങ്ങനെ വരുമ്പോൾ സേഫർ സൈഡിൽ BJP മാത്രമാണ്. BJPയുടെ സഖ്യകക്ഷികൾ
ഇപ്പോഴും അരക്ഷിത ബോധത്തിലാണ്. തൽക്കാലം ഒരു പവർ ഷെയറിംഗിൽ 2 ഉപമുഖ്യമന്ത്രി പദം കിട്ടുന്നു എന്നത് താൽക്കാലിക ആശ്വാസം മാത്രമാണ്. റൈറ്റ്. നമ്മൾ ഈ BJP സേഫർ സോണിലാണ് എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്ര, ഇപ്പം താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ശിവസേനയുടെ ഒരു ബേസ് എന്ന് പറയുന്നത് മറാത്ത വികാരവും മണ്ണിൻ്റെ മക്കൾ ഭാവവും മുംബൈ ഫോർ മുംബൈക്കേഴ്സ് എന്ന് പറയുന്ന മുദ്രാവാക്യവും ഒക്കെയാണ്. അപ്പോൾ ഇതിലേക്ക് അവർ മടങ്ങുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ദേവേന്ദ്ര ഫഡ്നാവിസ് എന്ന് പറയുന്നൊരു വ്യക്തി, ദേവേന്ദ്ര ഫഡ്നാവിസിനെതിരെ അദ്ദേഹം മറാത്ത ബ്രാഹ്മണാണ് എന്നുള്ള വിമർശനം BJPക്കുള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ ഇത് കുറെ കൂടെ ശക്തമാക്കാനുള്ളൊരു സാധ്യത, അല്ലെങ്കിൽ ഈ മറാത്ത വികാരം കുറെ കൂടെ ഉണർത്തിക്കൊണ്ടുവരാനുള്ളൊരു ശ്രമം അത് ഉദ്ധവ് താക്കറെ വിഭാഗമാണെങ്കിലും ഷിൻഡെ വിഭാഗമാണെങ്കിലും ഒക്കെ നടത്താനുള്ളൊരു സാധ്യത അവിടെ നിലനിൽക്കുന്നില്ലേ? അത് കുറെ കൂടെ കലുഷിതമായൊരു അന്തരീക്ഷം മഹാരാഷ്ട്രയിൽ ഉണ്ടാക്കുമോ? ഈ മഹാരാഷ്ട്ര എന്ന് പറയുമ്പോൾ പൊതുവെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് മലയാളികൾ ചിന്തിക്കുമ്പോൾ അത് മറാഠ വിഭാഗക്കാരാണല്ലോ പ്രധാനമായും. അങ്ങനെയല്ല. നമ്പേഴ്സ് കാണിക്കുന്നത് കേവലം 28% മാത്രമാണ് മറാഠകൾ. പക്ഷെ മറാഠകൾ ശക്തമായ ലോബിയാണ്. അവര് OBC സംവരണത്തിന് വേണ്ടി അതികഠിനമായ ശ്രമങ്ങളിലാണ്. ആ മറാഠ വികാരം പൊതുവെ മഹായുതി സഖ്യത്തിനും ഷിൻഡെ ഗവൺമെന്റിനും എതിരാണ് എന്നൊരു പൊതുധാരണയുണ്ടായിരുന്നു. അത് കുറച്ചൊക്കെ ശരിയാണ്. ഹരിയാനയിൽ ഉപയോഗിച്ചതുപോലെ തന്നെ ആ ഒരു ജാട്ട് വിരോധം, ഈ BJPക്കെതിരെ ഉണ്ടായ ഒരു ജാട്ട് പ്രതിഷേധം, അതിന്റെ പ്രയോജനം ലഭിച്ചത് OBCകളെ കൂടെ നിർത്തിക്കൊണ്ടാണ്. ഹരിയാനയിൽ ചെയ്ത ഏതാണ്ട് അതേ തന്ത്രം തന്നെയാണ് ഒരുമിച്ചെടുക്കുമ്പോൾ മഹാരാഷ്ട്രയിലെ സിംഗിൾ ലാർജസ്റ്റ് സെഗ്മെന്റ് എന്ന് പറയുന്നത് കമ്പൈൻഡ് OBC വിഭാഗങ്ങളാണ്. ഈ കമ്പൈൻഡ് OBC വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം മറാഠകൾക്കും കൂടി സംവരണം അനുവദിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ സംവരണ കോട്ട കുറയുകയാവും ഫലം. അതുകൊണ്ട് OBCകളുടെ നല്ലൊരു പങ്ക് ഇപ്രാവശ്യം മഹായുതി സഖ്യത്തിന് വോട്ട് ചെയ്തു. പക്ഷെ ആ OBCകളുടെ ക്ലെയിമന്റ് ആരാണെന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. OBCകളുടെ ഒരു വോട്ട് ക്ലെയിം ചെയ്യുന്നത് ഇപ്പോഴത്തെ നിലയിൽ BJP അല്ല. അത് ശിവസേനയുടെ ഷിൻഡെ വിഭാഗവും ഉദ്ധവ് താക്കറെ വിഭാഗവും ശരത് പവാറിന്റെ NCPയും അതുപോലെ അജിത് പവാറിന്റെ NCPയുമാണ് മറാഠകളുടെ ഒരു ഭാഗം. അതായത് വെസ്റ്റേൺ മഹാരാഷ്ട്ര മറാത്ത്വാഡ മേഖലയിലാണല്ലോ മറാഠകളുടെ സാന്നിധ്യം കൂടുതലുള്ളത്. അപ്പൊ മറാഠ ഒരു പ്രൈഡിനെ ആ മഹായുതി സഖ്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് പോലും കൈകാര്യം ചെയ്യുന്നത് ഒരു പരിധിവരെ ശിവസേനകളാണ്, അല്ലെ ശിവസേന ഷിൻഡെ വിഭാഗമാണ്. അതുകൊണ്ടാണ് BJPക്ക് പൂർണ്ണമായി ശിവസേന ഷിൻഡെ വിഭാഗത്തെ കൈയൊഴിയാനും ആവാത്തതിന്റെ ഒരു കാരണമാണ്. അത് മാത്രമല്ല, പ്രാദേശിക വികാരം കൂടി പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ഒരു കക്ഷി അവിടെ ഉണ്ടാകണം എന്ന ആഗ്രഹം BJPക്കുണ്ട്. BJP ഒരു ദേശീയ കക്ഷി തന്നെയാണ്. അപ്പൊ മഹാരാഷ്ട്ര വികാരം, മറാഠ വികാരം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുംബൈ ഫോർ മുംബൈക്കാർ, മുംബൈയുടെ ഒരു അസ്തിത്വമൊക്കെ ഉയർത്തിപ്പിടിക്കുന്നതിന് ഒരു പ്രാദേശിക കക്ഷിയുടെ ഒരു റെലവൻസ് വേണം. അതുകൊണ്ടാണ് അവര് നഗരവികസന മന്ത്രാലയം കൈവശം വേണമെന്ന് ഷിൻഡെ വാശി പിടിച്ചതിന്റെ അടിസ്ഥാനം അതൊക്കെയാണ്. അതുകൊണ്ട് ഇവിടെ മറാഠകളെ പിണക്കുന്ന ഒന്നും തന്നെ ഇപ്പോൾ ഫഡ്നാവിസ് ചെയ്യാൻ കഴിയില്ല. കാരണം ഫഡ്നാവിസ് ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നതാണ്. ബ്രാഹ്മിൻസ് അവിടെ ഒരു ന്യൂനപക്ഷമാണ്, ചെറിയൊരു വിഭാഗം മാത്രം. ഒരു ബ്രാഹ്മിൺ മുഖ്യമന്ത്രി അവിടെ വരുമ്പോൾ, അത് മാത്രമല്ല വിദർഭയിൽ നിന്നും വളരെ അകലെ, മുംബൈയിൽ നിന്നും ഒരുപാട് അകലെ, കാതങ്ങൾ അകലെ കിടക്കുന്ന കിഴക്കൻ മേഖലയാണല്ലോ വിദർഭ നാഗ്പൂറാണ്. അപ്പൊ ഇന്ത്യയുടെ ഏതാണ്ട് മധ്യഭാഗമായ നാഗ്പൂർ മേഖലയിൽ നിന്നും വരുന്ന ഫഡ്നാവിസിനെ ഒരുപക്ഷെ മഹാരാഷ്ട്രയിലെ മറാഠ വികാരത്തെ എത്രത്തോളം ഉൾക്കൊള്ളാനാവും എന്ന ന്യായമായ സംശയമുണ്ട്. ആ ഒരു സംശയമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ മുൻ മുഖ്യമന്ത്രിയെ ചേർത്ത് പിടിക്കുന്നതിന്, ഷിൻഡെ ചേർത്ത് പിടിക്കുന്നതിന്റെ BJP ഇതെല്ലാം ഒരു ലോജിക്ക് മാത്രമാണ്. അതുകൊണ്ട് മറാഠകൾ നാളെ വീണ്ടും പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങില്ല എന്ന് പറയാനാവില്ല. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഷിൻഡെയ്ക്ക് മാറി ചിന്തിക്കേണ്ടി വന്നേക്കാം. കാരണം തന്റെ വോട്ട് ബാങ്കാണ്, താൻ വളരെ സമർത്ഥമായി കെട്ടിപ്പടുത്ത ഒരു പുതിയ വോട്ട് ബാങ്കാണ്. അതായത് ഈ ഒരുപക്ഷെ ഉദ്ധവ് താക്കറയോടൊപ്പം പോകേണ്ടിയിരുന്ന ഒരു വലിയ വിഭാഗം ശിവസൈനികരെ സ്വന്തം ചിഹ്നം, അതുകൊണ്ട് ഇതെല്ലാം അമ്പും ചിഹ്നം ഇതെല്ലാം തന്നെ അവര് വംശീകരിച്ചെടുക്കുകയാണ്. അപ്പം ബാൽ താക്കറയുടെ ലെഗസി സ്വാഭാവികമായി പോകേണ്ടത് രാജ് താക്കറേക്കാണ്. അദ്ദേഹം ആ ഫാമിലി ഫ്യൂഡിൽ വെളിയിലായി. അതിനുശേഷം പിന്നെ സ്വാഭാവികമായി വന്നു ചേർന്നത് ഉദ്ധവ് താക്കറേക്കാണ്. ഉദ്ധവ് താക്കറയെ പോലും മാറ്റിക്കൊണ്ട് ഇപ്പോൾ ശിവസേനയുടെ ലെഗസി ഏകനാഥ് ഷിൻഡെ എന്ന എളിയ നിലയിൽ നിന്നും ഓട്ടോ ഡ്രൈവറായി തുടർന്ന് എളിയ നിലയിൽ നിന്നും ഉയർന്നു വന്ന ഒരുവനിലേക്ക് ചെല്ലുമ്പോൾ അതൊരു റാക്ക് ടു റിച്ചർ സ്റ്റോറിയാണ്. അദ്ദേഹം അത് മാത്രമല്ല, ജനഹൃദയങ്ങളിൽ കാര്യമായ ഇടം നേടിയ ആളുമാണ്. ഇപ്പൊ ലാഡ്കി ബഹിൻ പദ്ധതിയൊക്കെ യഥാർത്ഥത്തിൽ മുന്നണിയുടെ പദ്ധതിയാണ്, ഗവൺമെന്റ് പദ്ധതിയാണെന്ന് പറയുമ്പോഴും ഷിൻഡെ ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ ഒരു ഫീൽ ഉണ്ടല്ലോ, ഒരു മാസ് ലീഡർ എന്നൊരു ഫീൽ ഉണ്ട്. എല്ലാവർക്കും അഭിമതനായ
ഒരു മിതവാദിയായ ആളെന്നൊരു ഫീലുണ്ട്. അദ്ദേഹം വലുതായ കോൺട്രവേഴ്സികളിൽ ചെന്ന് ചാടിയതുമില്ല. അതുകൊണ്ട് ആ ഒരു പ്രതിച്ഛായ, ഷിൻഡെയുടെ പ്രതിച്ഛായ കൂടിയാണ് മഹായുതി സഖ്യത്തെ വിജയത്തിൽ എത്തിച്ചത്. ഈ കാര്യങ്ങളൊന്നും BJPക്ക് മറക്കാനാവില്ല. അതുകൊണ്ട് ഹണിമൂൺ പീരീഡിൽ തന്നെ ഒരു വലിയ കല്ലുകടി, ചെറിയ കല്ലുകടി ഉണ്ടായി, ശരിയാണ്, വലിയ കല്ലുകടി ഉണ്ടാകാൻ BJPയും ഒരുപക്ഷെ താല്പര്യപ്പെടില്ല. റൈറ്റ്. ഞാനതാണ് ചോദിച്ചത്. വെച്ചാൽ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ക്രൈസിസ് ഉണ്ടായില്ലെങ്കിൽ പോലും ശിവസേനയെ സംബന്ധിച്ച്, അത് ഉദ്ധവ് താക്കറേടേതാണെങ്കിലും ഷിൻഡെ വിഭാഗത്തിൻ്റെ ആണെന്നും, അവരുടെ വോട്ട് ബാങ്കിനെ സംരക്ഷിക്കുക, അവരുടെ വോട്ട് ബാങ്ക് നിലനിർത്തുക, ഇതൊരു പ്രധാനപ്പെട്ട സംഗതിയായിരിക്കും. അത് പ്രധാനപ്പെട്ട സംഗതിയായി വരികയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ബാൽ താക്കറയുടെ കാലത്തൊക്കെ നമ്മൾ കണ്ടതുപോലെ മഹാരാഷ്ട്രയിൽ വേറൊരു നിലയ്ക്കുള്ളൊരു വിഭാഗീയമായ മുദ്രാവാക്യങ്ങളുടെ തിരിച്ചുവരവ്, അതൊരുപക്ഷെ രാജ് താക്കറെയൊക്കെ MNS ഒക്കെ രൂപീകരിച്ച് കുറച്ചു കാലമൊക്കെ കൊണ്ടു നടന്നിരുന്നു. പക്ഷേ അത് അദ്ദേഹത്തിന് അത്രത്തോളം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. പക്ഷേ ഷിൻഡെ, ഉദ്ധവ് താക്കറെ വിഭാഗങ്ങൾക്ക് അത് സാധിക്കും ഇപ്പോഴും. അതിൻ്റെ ഒരു തിരിച്ചുവരവിനൊക്കെ നമ്മൾ സാക്ഷിയാകേണ്ടി വരുമോ? ഇത് ശ്രീ രാജീവ്, യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിൽ ഒരൊറ്റ ശിവസേനയ്ക്കുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ. കാരണം മഹാരാഷ്ട്ര നവനിർമ്മാണ സേനയുടെ, രാജ് താക്കറെയുടെ ശിവസേനയാകട്ടെ, ഉദ്ധവ് താക്കറെയുടെ ശിവസേനയാകട്ടെ, ഏകനാഥ് ഷിൻഡെയുടെ ശിവസേനയാകട്ടെ, ഇവർ മൂന്ന് കൂട്ടരും പറയുന്നത് ഒരേ കാര്യങ്ങൾ തന്നെയാണ്. അവർ മൂന്നുപേരും മറാഠ പ്രൈഡ്, ശിവജിയുടെ പൈതൃകം, അത് മാത്രമല്ല ഒരു ഗ്രേറ്റ് ലെഗസി ഓഫ് മറാഠ, അത് മാത്രമല്ല ബോംബെ അല്ലെങ്കിൽ മഹാരാഷ്ട്ര വികാരം, പ്രത്യേകിച്ച് മുംബൈ വികാരം, ഈ വികാരങ്ങളെ പ്രതിഫലിപ്പിക്കാൻ രണ്ട് വള്ളങ്ങളിലായി ചവിട്ടി, ഇവിടെ മൂന്ന് വള്ളങ്ങളാണ്, മൂന്ന് വള്ളങ്ങളിലായി ചവിട്ടി മൂന്ന് ശിവസേനകൾക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ നിലനിൽപ്പുണ്ടാവില്ല. ഇതെല്ലാം കൂടി ആത്യന്തികമായി ഗാൽവനൈസ് ചെയ്തു വരും. ആ ഗാൽവനൈസ് ചെയ്തു വരുമ്പോൾ നമുക്ക് തോന്നും സ്വാഭാവികമായി BJPയോടൊപ്പമാണല്ലോ വരേണ്ടത്. കാരണം ഇവരും ഒരു ഹിന്ദു ദേശീയതയിൽ വിശ്വസിക്കുന്ന, ഹൈന്ദവ ദേശീയതയിൽ വിശ്വസിക്കുന്ന വിഭാഗങ്ങളാണത് മൂന്നും. പക്ഷേ ഇവിടെ വരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു സ്വന്തം ടർഫിൽ വരുന്ന വിള്ളലുകൾ, അതൊരിക്കലും ശിവസേനയുടെ വോട്ട് കോൺഗ്രസ് കൊണ്ടുപോകില്ല. ശിവസേനയുടെ വോട്ട് കൊണ്ടുപോകുന്നതെല്ലാം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയാണ്. അത് മൂന്ന് ശിവസേനകളുടെയും ഒരു വോട്ട് ബാങ്കിലേക്ക് ഇരച്ചു കയറാൻ കഴിയുന്നത് അവരോടൊപ്പമുള്ള കക്ഷിയായ BJP തന്നെയാണ്. അതുകൊണ്ട് ഭാവിയിൽ ഒരുപക്ഷെ ശിവസേനകളെല്ലാം ഒരുമിച്ച് വരാനുള്ള സാധ്യതയും പൂർണ്ണമായി തള്ളിക്കളയാനാവില്ല. ഇവരുടെ എല്ലാം ബേസ് പോകുന്നു എന്ന് തോന്നിയാൽ ഒന്നുകിൽ ശിവസൈനികർ BJPയിൽ ചേരേണ്ടി വരും, അല്ല എങ്കിൽ ശിവസേനയ്ക്ക് സ്വന്തമായ ഒരു സ്വത്വം നിലനിർത്തണം എങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ വിഘടിച്ചു നിൽക്കുന്ന വിഭാഗങ്ങൾ ഒരൊറ്റ കുടക്കീഴിൽ, ഒരൊറ്റ നേതാവിന്റെ കീഴിൽ അണിനിരക്കേണ്ട ആവശ്യകതയാണ്. ഇപ്പോഴത്തെ നിലയിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം താക്കറെയും ഉദ്ധവ് താക്കറെയും ഷിൻഡെയും ഒക്കെ തമ്മിലുള്ള ഇക്വേഷൻസ് വളരെ മോശമാണ്. തന്നെ പിന്നിൽ നിന്ന് കുത്തി എന്നൊരു ചിന്ത ഉദ്ധവ് താക്കറേക്കുണ്ട്. അദ്ദേഹത്തിന് ചെറിയ തോതിലുള്ള ധാർഷ്ട്യവും കാര്യങ്ങളും ഉണ്ട്. അത് മാത്രമല്ല ഷിൻഡെയ്ക്ക് ഒരിക്കലും ഇനി ഉദ്ധവിന്റെ തണലിൽ ഒരിക്കലും കടന്നു വരാനുമാവില്ല. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ തുടരാൻ മാത്രമേ ഷിൻഡെ തൽക്കാലം ആഗ്രഹിച്ചു. സ്വല്പം പത്തി മടക്കി താണ് നിന്നതിന് ശേഷം തനിക്കുള്ള 57 MLA-മാരെ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുകയും എന്നാൽ ഇനി ഒരു അംഗത്തിന് ബാല്യം അവശേഷിപ്പിക്കുകയും ചെയ്യുക എന്നതായിരിക്കണം ഏകനാഥ് ഷിൻഡെയുടെ ഇപ്പോഴത്തെ നിലപാട്. എന്നാൽ ആത്യന്തികമായി ആ നിലപാടാകണമെന്നില്ല. ഒരു വലിയ മാറ്റം മറിച്ചില് അധികം താമസിക്കാതെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് ഇനിയും വരാനില്ല എന്നുള്ളത്. ഇപ്പം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മാത്രമാണ് വരാനുള്ളത്. ആ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുംബൈ സിറ്റിയുടെ ഭരണം എത്രത്തോളം ശിവസേനയ്ക്ക് സ്വാധീനമുള്ള ഒരു രീതിയിലാവും എന്നതാണ് ഇനി നമ്മൾ നോക്കിക്കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം. റൈറ്റ്. ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മഹാവികാസ് അഘാഡി ആരും പ്രതീക്ഷിക്കാത്ത മുന്നേറ്റം കാഴ്ചവെച്ചതാണ്. കോൺഗ്രസ് ആണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത്. കോൺഗ്രസും ഉദ്ധവ് താക്കറയുടെ ശിവസേനയും ശരത് പവാറിൻ്റെ NCPയും ചേർന്നിട്ട് വലിയ മുന്നേറ്റം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചു. അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ മഹാരാഷ്ട്ര അവർ പിടിച്ചേക്കും എന്നുള്ളൊരു വികാരം പോലും, ഒരു പ്രതീക്ഷ പോലും ഉണ്ടായിരുന്നു അവർക്ക്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ വളരെ ചുരുങ്ങിയ സീറ്റുകളിലേക്ക് അവർ ഒതുങ്ങുന്ന കാഴ്ച കണ്ടു. ഇപ്പോൾ ഈ മഹായുതിയിൽ ഉണ്ടായിരിക്കുന്ന ആഭ്യന്തരമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെങ്കിലും, ഇപ്പോൾ ദേവേന്ദ്ര ഫഡ്നാവിസ് മുഖ്യമന്ത്രിയാവുന്നു, വലിയ പ്രശ്നങ്ങളൊന്നും തൽക്കാലത്തേക്കില്ല എങ്കിൽ പോലും അതിനുള്ളിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഇപ്പുറത്തിരിക്കുന്ന ശരത് പവാറിനറിയാം, ഉദ്ധവ് താക്കറേക്കറിയാം. അപ്പോൾ ഈ ഇപ്പുറത്തുള്ള സഖ്യം അത് ഇപ്പോൾ ദുർബലമാണെങ്കിൽ കൂടി ഈ ഷിൻഡെ വിഭാഗത്തെ, NCP അജിത് പവാർ വിഭാഗത്തെ ഒക്കെ അതിലേക്ക് കടന്നു കയറാൻ അല്ലെങ്കിൽ അവരുമായി സംസാരിക്കാൻ അതിനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? അതിനുള്ളൊരു കരുത്ത് ഇപ്പം ഇപ്പുറത്ത് ശേഷിക്കുന്നുണ്ടോ? ഉടനെ ഉണ്ടാവില്ല ശ്രീരാജീവ്, അത് ഉടനെ ഉണ്ടാവില്ല. പക്ഷെ ആത്യന്തികമായി ഉണ്ടാകും. കാരണം അതാണ് അതിന്റെ ലോജിക് എന്ന് പറയുന്നത്. ഇവിടെ
ഈ ഇന്ത്യയിൽ ലോക്സഭയിലെ പാർലമെന്റിന്റെ അധോമണ്ഡലമായ ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ സംഭാവന ചെയ്യുന്ന ഉത്തർപ്രദേശിന് ശേഷം അത് 80 അംഗങ്ങളാണ്. 48 അംഗങ്ങളെ സംഭാവന ചെയ്യുന്ന മഹാരാഷ്ട്രയാണ് സെക്കൻഡ് ലാർജസ്റ്റ് കണ്ടിൻജന്റ്. അവിടെ അതിശക്തമായ പോരാട്ടം തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്. അവിടെ ഈ മഹായുതി സഖ്യവും മഹാവികാസ് അഘാദി സഖ്യവും തമ്മിലുള്ള വോട്ട് ഷെയറിന്റെ വ്യത്യാസം കേവലം 0.3% മാത്രമായിരുന്നു. 1% താഴെ ആയിരുന്നു. പക്ഷെ സീറ്റ് ഷെയറിന്റെ കാര്യം വന്നപ്പോൾ 48 പേരുള്ള ലോക്സഭാ കണ്ടിൻജന്റിൽ 30 പേരും മഹാവികാസ് അഘാദിക്കാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ 13 സീറ്റ് നേടിയ കോൺഗ്രസും 9 സീറ്റ് നേടിയ ശിവസേന, ഉദ്ധവ് താക്കറെ പക്ഷവും 7 സീറ്റ് നേടിയ ശരത് പവാറിന്റെ സഖ്യവും ഒക്കെ നല്ല പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ഒരു സ്വതന്ത്രന്റെ പിന്തുണയും ലഭിച്ചു. അതേസമയം മറുപക്ഷത്തെ മറ്റേ കൂട്ടർ 17 സീറ്റുമായി മഹായുതി സഖ്യം 17 സീറ്റുമായി ഒതുങ്ങി. അതിൽ ഏറ്റവും നഷ്ടം സംഭവിച്ചത് ഭാരതീയ ജനതാ പാർട്ടിക്കാണ്. അത്രയും ഏറെ സീറ്റുകൾ, 30ഓളം സീറ്റുകളിൽ മത്സരിച്ച് 4 സീറ്റുകളിൽ മാത്രമേ ജയിക്കാൻ സാധിച്ചു. അപ്പൊ ആ ഒരു നഷ്ടം എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നികത്താൻ കഴിഞ്ഞു എന്ന് പറയുന്നത് തീർച്ചയായും മഹായുതിയെ സംബന്ധിച്ചിടത്തോളം അഡ്വാൻറ്റേജ് തന്നെ. ഇപ്പൊ മഹാവികാസ് അഘാദി ആ ഒരു വിജയത്തിൽ ഒരുപക്ഷെ മാധ്യം മറന്നിട്ടുണ്ടാവണം. കാരണം അവര് 100% ഹരിയാനയിൽ സംഭവിച്ചതുപോലെ തന്നെയാണ്. ഹരിയാനയിൽ 10 സീറ്റിൽ 5 സീറ്റാണ് ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചത്. മറ്റൊരു 5 സീറ്റ് BJP NDA മുന്നണിക്ക് ലഭിച്ചു. അവരുടെ ആത്മവിശ്വാസം വോട്ടിൽ കണ്ടില്ല. ഏതാണ്ട് അതേ ഇപ്പൊ കോൺസ്പിറസി തിയറീസിനെ എല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പം വോട്ടിംഗ് മെഷീനിലെ തർക്കങ്ങള്, അതുപോലെ വൈകുന്നേരം 5 മണി ആയപ്പോൾ 56% മാത്രം ഉണ്ടായിരുന്ന വോട്ട് നില എങ്ങനെയാണ് രാത്രിയായപ്പോൾ അല്ലെങ്കിൽ വോട്ട് എണ്ണാൻ നേരത്തെ 66% മാറുന്ന ഒരു മഹാ അത്ഭുതം. ഇതൊക്കെ എന്താണ് അതിന്റെ പിന്നിലെ വിശദീകരണങ്ങൾ എന്നുള്ളത് ചർച്ച ചെയ്യാൻ പോയാൽ ഒരുപക്ഷെ ഒബ്ജക്റ്റീവായിട്ട് നമുക്കൊന്നും ചെയ്യാനാവില്ല. ഇതെല്ലാം തന്നെ സബ്ജക്റ്റീവ് ഫീലിംഗുകളാണ്, ഓരോ മതിപ്പ് വശങ്ങൾ മാത്രമാണ്. എന്നാൽ നമുക്ക് മുമ്പിൽ കിട്ടിയ നമ്പേഴ്സിനെ വെച്ച് വിശകലനം ചെയ്യുമ്പോൾ മഹായുതി സഖ്യത്തിന് ആശങ്കപ്പെടാൻ, മഹാവികാസ് അഘാദിക്ക് ആശങ്കപ്പെടാൻ ഏറെയുണ്ട്. പ്രതിപക്ഷത്ത് എത്ര കാലം നിൽക്കാനാവും? ഇതാണ് ചോദ്യം. മഹാരാഷ്ട്രയിലെ ഒരു ശരാശരി NCP-കാരന് എത്ര കാലം ഭരണത്തിന്റെ ഒരു ശുഖശീതളമ ഇല്ലാതെ ശരത് പവാറിനോടൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയും? അത് മാത്രമല്ല, ശരത് പവാറിന് 83 വയസ്സായി. അതിനുശേഷം ഇപ്പൊ സുപ്രിയ സുലെ MP ആയിട്ട് പോയി കഴിഞ്ഞു. അവർ 5 വർഷം പാർലമെന്റിൽ ഉണ്ടാകും. പക്ഷേ ഇവിടെ സംഘടനാപരമായ ഒരു അസ്തിത്വം കെട്ടിപ്പടുത്തി നിലനിർത്തി മുന്നോട്ട് പോകാൻ ഒരുപക്ഷെ NCPക്ക് ബുദ്ധിമുട്ട് വരും. കുറച്ചുകൂടി ചെറുപ്പമായ അജിത് പവാറിനായിരിക്കണം ഒരുപക്ഷെ അതിനുള്ള സാധ്യത കൂടുതൽ. ഇപ്പോഴത്തെ നിലയിൽ അങ്ങനെയല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 1 സീറ്റ് മാത്രമാണ് NCP അജിത് പവാർ സഖ്യത്തിന് ലഭിച്ചത്. അതുകൊണ്ട് ഏതാണ്ട് എല്ലാവരും തന്നെ അജിത് പവാറിനെ എഴുതിത്തള്ളി. ആ 1 സീറ്റ് ലോക്സഭയിൽ ലഭിച്ചെടുത്തു എന്നാണ് ഇപ്പോൾ 41 സീറ്റുമായി നിർണായക ശക്തിയായി അജിത് പവാറിന് NCP വന്നത്. മറ്റേ NCPക്ക് കേവലം 7 സീറ്റ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അപ്പൊ ഇവിടെ യഥാർത്ഥ NCP ഏതെന്ന് ഇപ്പം ജനം ഒരുപക്ഷെ നമ്പേഴ്സിന്റെ അടിസ്ഥാനത്തിൽ വിധി എഴുതിയത് കൊണ്ട് പെട്ടെന്ന് ശരത് പവാറിന് ഇനിയും തല പൊക്കാനാവാത്ത അവസ്ഥയാണ്. അത് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടി ആകെ അവതാളത്തിലാണ്. ഇപ്പൊ മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് പാർട്ടി ഛന്നം ഭിന്നം പിരിഞ്ഞു പോയിരിക്കുകയാണ്. അതായത് വലിയ തലയെടുപ്പുള്ള അശോക് ചവാനെ പോലെയൊക്കെയുള്ള ആളുകൾ, അതുപോലെ കോൺഗ്രസ് പാർട്ടി എക്കാലത്തും നയിച്ചിരുന്ന വൻ മുഖങ്ങളെല്ലാം ഒന്നുകിൽ അവര് പ്രായാധിക്യത്താൽ ഗോഡൌണിലായി, അല്ല എങ്കിൽ അവർ പല പാർട്ടികളിലായി ചേർന്ന് കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ നയിക്കുന്ന നേതാക്കൾ വളരെ വളരെ ദുർബലരാണ്. ഇപ്പോൾ ലഭിക്കുന്ന നാനാ പട്ടോളെ ആണല്ലോ ഇപ്പൊ കോൺഗ്രസിനെ നയിക്കുന്നത്. അദ്ദേഹം ചില പ്രസ്താവനകൾ നടത്തുന്നു എന്നല്ലാതെ പാർട്ടിയെ ഒരുമിച്ച് നിർത്താൻ തക്ക ഒരു വൈഭവം നാനാ പട്ടോളയ്ക്കും കാര്യമായി ഇല്ല എന്നുള്ളതാണ് അവിടുന്ന് കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മഹാരാഷ്ട്രയിലെ കോൺഗ്രസിൽ നിന്നും NCPയിൽ നിന്നും ഒക്കെ നല്ല പങ്ക് ഒരുപക്ഷെ അധികാരമോഹികൾ ഭരണപക്ഷത്തേക്ക് ചായാനുള്ള സാധ്യതയുണ്ട്. കാരണം അടുത്ത 5 വർഷത്തേക്ക് ഏതായാലും ഭരണമില്ല മഹാരാഷ്ട്രയിൽ. ഇനി ആകെപ്പാടെ പ്രതീക്ഷിക്കാനുള്ളത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ. അവിടെ തീർച്ചയായും മേധാവിത്വം നഗരമേഖലകളിൽ കേന്ദ്രീകരിക്കുന്ന ശിവസേന BJP ഒരു കമ്പൈന് തീർച്ചയായിട്ടും അവിടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നത് മാത്രമാണ് ഇന്ത്യ മുന്നണി, അതായത് മഹാവികാസ് അഘാദിക്ക് മുന്നിലുള്ള ഏക വഴി എന്ന് പറയുന്നത്. തങ്ങളുടെ ലോക്സഭാ അംഗങ്ങളെ കാത്തു സൂക്ഷിക്കുക. 31 പേരുള്ള ലോക്സഭാ കണ്ടിൻജന്റ്, അത് വലിയൊരു നമ്പറാണ്. അവരിലൂടെ പരമാവധി സ്വാധീനം ഉറപ്പുവരുത്തുക, ഇന്ത്യ മുന്നണിയിൽ സ്വാധീനം ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ സാന്നിധ്യമാകാൻ ഈ കക്ഷികൾക്ക് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ നിലയിൽ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ സഖ്യം മഹാവികാസ് അഘാദി ചിതറിപ്പോകാതെ നിൽക്കും. അല്ല എങ്കിൽ അതൊരുപക്ഷെ ചിതറിപ്പോകാൻ തന്നെയാണ് സാധ്യത. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച അധികാര പ്രമത്തത മഹാരാഷ്ട്രയിലെ കോൺഗ്രസുകാർക്കും
NCP-ക്കാർക്കും ശിവസേനക്കാർക്കും ഒരുപോലെയുള്ളത് കൊണ്ട് അധികാരമില്ലാത്ത അധികകാലം പിടിച്ചു നിൽക്കാനാവില്ല എന്നതാണ് സത്യം. റൈറ്റ്. ഞാൻ അവസാനമായിട്ടൊരു കാര്യം ചോദിച്ചിട്ട്, താങ്കളിപ്പോൾ ഈ അവസാനം സൂചിപ്പിച്ച കാര്യങ്ങൾ ഒരു എന്താ പറയുക, സാധ്യതകൾ തുറന്നിടുന്നുണ്ട്. ഒന്ന്, ഈ നിലവിൽ ഉദ്ധവ് താക്കറെ ശിവസേന, NCP ശരത് പവാർ പക്ഷം, കോൺഗ്രസ്, മഹാരാഷ്ട്രയിൽ നിന്നും 30 പാർലമെൻറ്റ് അംഗങ്ങൾ, ഈ പാർലമെൻറ്റ് അംഗങ്ങൾ ഒരുപക്ഷെ ഭാവിയിൽ BJP-യിലേക്ക് ചായാനുള്ളൊരു സാധ്യത അതവിടെ നിലനിൽക്കുന്നു. രണ്ടാമത്തെ കാര്യം തദ്ദേശഭരണ തെരഞ്ഞെടുപ്പാണ്. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ മുംബൈ മുനിസിപ്പാലിറ്റി, ബൃഹൻ മുംബൈ മുനിസിപ്പാലിറ്റി ആര് ഭരിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയത്തെ, ഭാവി രാഷ്ട്രീയത്തെ നിർണ്ണയിച്ചേക്കാം. അത് BJP പിടിക്കുകയാണെങ്കിൽ ഭാവി രാഷ്ട്രീയം BJP മഹാരാഷ്ട്രയിൽ കൺസോളിഡേറ്റ് ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ രണ്ട് സാധ്യതകൾ അവിടെയുണ്ട്. ഈ സാധ്യതകളുണ്ട്. ഈ സാധ്യതകൾക്കെല്ലാം മുകളിൽ പത്തിവിരി ചാടി നിൽക്കുന്നത് പണക്കൊഴുപ്പ് തന്നെയാണ്. ഈ ശിവസേന ഷിൻഡെ വിഭാഗം തർക്കം ഉന്നയിച്ചത് ഉപമുഖ്യമന്ത്രി പദത്തിൽ മാത്രമല്ല, ആഭ്യന്തര പദം വേണമെന്നല്ല. ഈ ഏതെല്ലാം മന്ത്രാലയങ്ങളാണോ പണം സ്വീകരിക്കാൻ നല്ലത്, പണവരവ്, പാർട്ടിക്കുള്ള സ്രോതസ് ഉണ്ടല്ലോ, ഫണ്ടിങ് സ്രോതസ്, അത് നേരായ വഴികളിലല്ല, അഴിമതി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, വിത്തിൻ കോഴ്സ് അഴിമതി തന്നെയാണ്. ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. അതുകൊണ്ട് പണം ഒരു വലിയ ഘടകമാണ്. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ നേരിട്ടുള്ള പണം ഒരു ഘടകമാണ്. അത് മാത്രമല്ല ഓഫറുകൾ ഒരു ഘടകമാണ്. ഒരു ക്ഷേമരാഷ്ട്രമൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ഓരോ വ്യക്തിയുടെയും അക്കൗണ്ടിൽ 1500 രൂപ, ഓരോ സ്ത്രീയുടെയും അക്കൗണ്ടിൽ, അത് 2.5 കോടി സ്ത്രീകൾ ഉണ്ടാകും. ആ 2.5 കോടി സ്ത്രീകളുടെ അക്കൗണ്ടിൽ ഒരു 1500 രൂപ, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന അതിനെ 2100 രൂപയായി കൂട്ടുമെന്ന്. അങ്ങനെ വരെ ഇപ്പോൾ തന്നെ ഒരു മാസം 5000 കോടി രൂപയുടെ ബാധ്യതയാണ് സംസ്ഥാന സർക്കാർ ഉണ്ടാകുന്നത്, ആ ഒരു ലാക്കി ബഹൻ പദ്ധതി കൊണ്ട് മാത്രം. അങ്ങനെ വരുമ്പോൾ ഒരു വർഷം 60,000 കോടി. അതോടൊപ്പം തന്നെ വയോജനങ്ങൾക്കുള്ള സംരക്ഷണമുള്ള മറ്റൊരു സ്കീമിലൂടെ 30,000 കോടി. അപ്പം ക്ഷേമ പദ്ധതികളിലൂടെ തന്നെ ഏതാണ്ട് 1 ലക്ഷം കോടിയോളം രൂപ മഹാരാഷ്ട്രയ്ക്ക് ചെലവ് വരും. എന്നാൽ മഹാരാഷ്ട്രയുടെ പൊതു കടമെന്ന് പറഞ്ഞാൽ 6 ലക്ഷം കോടിയാണ്. പൊതുവേ നല്ല വരവുള്ള സംസ്ഥാനമാണ് എന്ന് പറയുമ്പോഴും ഈ കടബാധ്യത അല്ലെങ്കിൽ പബ്ലിക് ഫൈനാൻസിന്റെ ഒരു ദുരുപയോഗം എന്നല്ല, ഈ ഡോളിങ്ങിന് വേണ്ടിയുള്ള ചെലവ്, ഇതൊന്നും മഹാരാഷ്ട്രയുടെ സാമ്പത്തിക ആരോഗ്യത്തിന് അത്ര ഗുണകരമല്ല. തുടർച്ചയായി ഭരണം നടത്തുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ വെട്ടിക്കുറവുകൾ, കർണാടകയിൽ സംഭവിച്ചതുപോലെ എവിടെയെങ്കിലുമൊക്കെ ചില വെട്ടിക്കുറവുകൾ നടത്താൻ ഒരു പക്ഷേ BJP നയിക്കുന്ന ഒരു മഹായുതി സഖ്യത്തിന് തയ്യാറാകേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ഒരു ഗുഡ്വിൽ ഒരു പക്ഷേ ജനങ്ങൾക്ക് എന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഈ ഒരു ആവേശത്തിന്റെ പുറത്ത് നൽകിയ വോട്ടുകൾ ഒരു പക്ഷേ ജനം മാറി ചിന്തിക്കാൻ ചെറിയ സാധ്യത ഇല്ലാതില്ല. പക്ഷെ ആ സാധ്യത മുതലാക്കണമെങ്കിൽ മഹാവികാസ് അഗാദി എന്ന സഖ്യം തുടരാൻ കഴിയണം. ഈ മഹാവികാസ് അഗാദിയിലെ ഷിൻഡെ വിഭാഗത്തിനോടൊപ്പം ചേർന്നുകൊണ്ട് മഹാവികാസ് അഗാദിയുടെ MP-മാർ, അതായത് ലോക്സഭയിലുള്ള 9 ഉദ്ധവ് താക്കറോടൊപ്പമുള്ള MP-മാർ, അവർക്ക് ഓഫർ കൊടുത്താൽ, ഇപ്പോൾ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം ഇല്ലാന്ന് ഓർക്കണം, അവർക്ക് കേന്ദ്രമന്ത്രി, 2 ക്യാബിനറ്റ് പദവിയുള്ള ഒരു മന്ത്രിയും 2 ഉപമന്ത്രി പദവും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ആ 9 MP-മാരെ ഈ മറ്റേ പാളയത്തിൽ, ഷിൻഡെയുടെ പാളയത്തിൽ എത്തിക്കാൻ അധിക സമയമൊന്നും വേണ്ട. ഇത് മഹാരാഷ്ട്രയാണ്, കേരളമല്ല, ഇത് മഹാരാഷ്ട്രയാണ്, അത് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ 7 MP-മാരുണ്ട് ശരത് പവാറിനോടൊപ്പമുള്ള സുപ്രിയ സുലെ ഒഴികെയുള്ള മറ്റ് 6 MP-മാരെയും ഒരു പക്ഷേ അജിത് പവാറിനെ സ്വാംശീകരിച്ചെടുത്ത് അതുവഴി കുറച്ചുകൂടെ മെച്ചപ്പെട്ട വിലപേശൽ ശക്തി പാർലമെന്റിൽ ഉണ്ടാക്കാം. ഇപ്പൊ ഭാരതീയ ജനതാ പാർട്ടിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു വെയ്ഫർ തിൻ മെജോറിറ്റിയാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ ലോക്സഭയിൽ ഉള്ളത്. അത് ഒരു പക്ഷേ ചന്ദ്രബാബു നായിഡുവിന്റെയും അതുപോലെ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെയും ദയാദാക്ഷിണ്യത്തിൽ മുന്നോട്ട് പോകുന്ന കേന്ദ്ര സർക്കാരിന് കുറച്ചുകൂടി ബലം നൽകണമെങ്കിൽ ഒരു പക്ഷേ BJP-യുടെ ചാണക്യന്മാർ, അമിത്ഷാ ഉൾപ്പെടെയുള്ള ചാണക്യന്മാർ ഉണർന്ന് പ്രവർത്തിച്ചാൽ തീർച്ചയായും ഈ മഹാവികാസ് അഗാദി സഖ്യത്തിലെ കോൺഗ്രസ് MP-മാരെ ചാക്കിടാൻ വേറൊരു മാർഗമാണ്, അത് കൂറുമാറ്റം മാത്രമേ പറ്റൂ. മറ്റവരെ ബ്ലോക്കായി, ശിവസേനകളുടെ ലയനമെന്ന് പറഞ്ഞുകൊണ്ട് ബ്ലോക്കായി മാറ്റിയെടുക്കാൻ ശ്രമിച്ചു കൂടായികയില്ല. ആ രീതിയിലാണ് കാര്യങ്ങൾ ആത്യന്തികമായി നടക്കാനുള്ള സാധ്യത. ഇപ്പോൾ ഇറ്റ്സ് ടു ഏർലി ടു പ്രെഡിക്റ്റ്. പക്ഷേ ആത്യന്തികമായി ആ സാധ്യത എനിക്ക് തള്ളിക്കളയാനോ ആവില്ല. റൈറ്റ്. അതാണ് മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 11 ദിവസത്തെ അനിശ്ചിതത്വത്തിന് ശേഷം ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആ സർക്കാരിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ച പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും അവിടെ നിലനിൽക്കെ തന്നെ BJP മഹാരാഷ്ട്രയിൽ അവരുടെ പൊസിഷൻ കൺസോളിഡേറ്റ് ചെയ്തിരിക്കുന്നു.
അവരൊരു പക്ഷേ ഭാവിയിൽ പുതിയ സാധ്യതകൾ മഹാരാഷ്ട്രയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തേക്കാം. അതിനുള്ള അവസരങ്ങൾ അവിടെ നിൽക്കുന്നു. അതേപോലെ തന്നെ BJP ഉണ്ടാക്കിയെടുത്ത വളർച്ച ഇപ്പുറത്ത് ശിവസേന ഷിൻഡെ വിഭാഗത്തിൽ, NCP അജിത് പവാർ വിഭാഗത്തിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന അരക്ഷിതത്വം അത് അവിടുത്തെ ആഭ്യന്തര രാഷ്ട്രീയത്തെ ഒരു പക്ഷേ മാറ്റി എഴുതിയേക്കാം. ഒരുപാട് സാധ്യതകൾ തുറന്നിട്ടുകൊണ്ടാണ് ദേവേന്ദ്ര ഫഡ്നാവിസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നാളെ മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ എത്താൻ പോകുന്നത്. ആ സർക്കാരിൻ്റെ ഭാഗമാകാൻ ശിവസേന ഷിൻഡെ വിഭാഗവും NCP അജിത് പവാർ വിഭാഗവും തീരുമാനിച്ചിരിക്കുന്നു. അതേക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ മോഹൻ വർഗീസ്. താങ്ക് യു വെരി മച്ച് ഡോക്ടർ മോഹൻ വർഗീസ് ഞങ്ങളോടൊപ്പം ഈ ഘട്ടത്തിൽ സംസാരിച്ചതിന്. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.